അപ്പോൾ ഓണമൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു ഈ സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടാലോ. നമ്മുടെ കയ്യിൽ വേഗം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. പിന്നെ ഞാൻ എൻ്റെ ഹെയർ കളറൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ലുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അപ്പോൾ ഇതാണ് എൻ്റെ ആമാടപ്പെട്ടി. അപ്പോൾ എൻ്റെ ആമാടപ്പെട്ടി ഉറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ CTM എന്നാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ വീടിൻ്റെ അകത്ത് നിന്ന് ചെയ്യുന്നതുകൊണ്ട് സൺസ്ക്രീൻ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. CTM ചെയ്യാം. CTM മീൻസ് ഫസ്റ്റ് ക്ലെൻസിങ്. അപ്പം ഞാൻ ഫേസ് നല്ലോണം വാഷൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് CTയുടെ ടോണർ നമുക്കിനി അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ പ്ലമ്മിൻ്റെ ഒരു ടോണറാണ് കേട്ടോ എടുത്തേക്കുന്നത്. കുറച്ചധികം നാളുകൊണ്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പിലിഗ്രിമിൻ്റെ ഒരു ടോണറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ മേക്കപ്പിന് വേണ്ടി പ്ലമ്മിൻ്റെ ആണ് എടുത്തേക്കുന്നത്. ഇതൊരു ഹൈഡ്രേറ്റിംഗ് ടോണറാണേ. ഇത് എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയോ. പിലിഗ്രിമിൻ്റെ ആണ് നമുക്ക് ഫേസിലോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ ടോണറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വരുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പം ഞാൻ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ലാക്മേയുടെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. പിന്നെ PSCയുടെ അക്വാബ്ലാസ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പം നിങ്ങൾ ഏതാ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് എടുത്താൽ മതി. അല്ലാതെ ഞാൻ ഈ കാണിച്ചത് തന്നെ എടുക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ തൽക്കാലം ലാക്മേയുടെ എടുക്കുവാണേ. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിന് ശേഷം നമ്മൾ സാധാരണ പ്രൈമറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഇന്ന് നമ്മളൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണല്ലോ ആക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രൈമറും അങ്ങനത്തെ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതെല്ലാം നിങ്ങൾക്ക് അതുപോലത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഞാനെപ്പോഴും ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫേസിൽ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഐബ്രോസും ഐയും എഴുതിയതിന് ശേഷമാണ് ബാക്കി നമ്മുടെ ഫേസിലെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഇച്ചിരിയും കൂടെ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഐബ്രോസ് ഇടുന്ന സമയത്തും ഐലൈനർ ഇടുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ചിലപ്പോൾ അതിൻ്റെ പൊടിയായാലും ചില കരിയായാലും പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് മായിച്ചൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസും ഐയും ഐബ്രോസും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസ് ഒരുങ്ങുമ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു എന്താ ഇപ്പം പറയാം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോലും ശരി, ഒരു വെറ്റ് ടിഷ്യൂ വെച്ചിട്ടോ വെറ്റ് പാഡ്സ് വെച്ചിട്ടോ ഒക്കെ നമുക്കതങ്ങ് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കിളി പോകും കേട്ടോ. പിന്നെ നമ്മൾ പെയർ ചെയ്തേക്കുന്ന ഈ ഒരു കസവിൻ്റെ ഒരു ബ്ലൗസും ഈ ഒരു ഷോളും പിന്നെ വന്നിട്ട് കസവിൻ്റെ ഒരു പാവാടയാണ്. അല്ലേ, ഇതാണ് കേട്ടോ ഞാൻ പെയർ ചെയ്തേക്കുന്നത്. സോ അപ്പോൾ നമുക്കിനി ഐബ്രോസ് എഴുതാം. ഐബ്രോസിന് വേണ്ടി യൂറോപ്പ് ഗേളിൻ്റെ ഈ ഒരു പാലറ്റാണ് എടുത്തേക്കുന്നത്. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ എന്നും കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മുടെ സാധനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഐബ്രോസും എഴുതി കൊടുക്കാം. ഐബ്രോസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് തന്നെ ഡാർക്ക് ഷെയ്ഡ് എടുത്ത് ഇതുപോലത്തുള്ള ഇതൊക്കെ യൂസ് ചെയ്യണം. ഡാർക്ക് ഷെയ്ഡ് എടുത്ത് ഭയങ്കരമായിട്ട് അങ്ങ് എഴുതാൻ നിൽക്കില്ല. അങ്ങനെ എഴുതാൻ നിൽക്കുമ്പോൾ നമ്മൾ മറ്റേ ദിഗംബരനൊക്കെ ഇല്ലേ, അതുപോലെ ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഫെദർ ടച്ച് മാത്രമേ കൊടുക്കൂ. അവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് വരച്ചു കൊടുക്കാൻ നിൽക്കില്ല, ജസ്റ്റ് ഒരു ഫെദർ ടച്ച് മാത്രമേ കൊടുക്കൂ. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നത്തുമില്ല. പക്ഷെ നമ്മുടെ ഐബ്രോസിൽ അത്യാവശ്യം കളറും കാര്യങ്ങളും വരുന്ന രീതിയിൽ നമ്മുടെ ഐബ്രോസ് ഇരിക്കുകയും ചെയ്യും. സോ അപ്പോൾ എന്താണ് നിങ്ങൾ ഇനി ഒന്ന് ഇങ്ങനെ ഐബ്രോസ് ഒക്കെ ഇടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതല്ല ഇപ്പം കരിയാണെങ്കിലും ഇപ്പം ഇങ്ങനത്തെ കാര്യമില്ല, അയ്യോ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പതിയെ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയെങ്കിൽ കരിയാണെങ്കിൽ കരി വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ഐബ്രോസ് എഴുതിയെടുക്കാം. ഇടയ്ക്ക് ഞാൻ പറയുമ്പം നാക്കുളിക്കാറുണ്ട്. അപ്പോൾ കരി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതിയെടുക്കാം. ഞാൻ പണ്ട് കുറച്ചധികം നാൾ മുന്നേ നമ്മുടെ ചാനലിൽ തന്നെ ഒരു കരി വെച്ചിട്ട് ഐബ്രോസ് എഴുതുന്ന ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഭയങ്കര ഐബ്രോസ് എഴുതിയ ഫീലും ഇല്ല. പക്ഷെ ഈ ഐബ്രോസിനേക്കാളും അത്യാവശ്യം നല്ല ഒരു ഡാർക്ക് കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പം നമ്മൾ പറഞ്ഞു തന്നെന്താണ് കരി വെച്ചിട്ട് ഓൾറെഡി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കരി വെച്ചിട്ട് ഐബ്രോസ് എങ്ങനെ നമുക്ക് കരിയും തീപ്പെട്ടി കൊള്ളിയോ അല്ലെങ്കിൽ നമ്മുടെ ചന്ദന തിരിയുടെയൊക്കെ ബാക്കിലെ ഒരു കമ്പില്ലേ, ആ കമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഈർക്കിലൊക്കെ വെച്ച് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഐബ്രോസ് എഴുതാം എന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഒന്നും കൂടെ അത് ഇട്ടുതരാം. ഇനിയിപ്പം എൻ്റെ കയ്യിൽ ഇതില്ല, എനിക്ക് എന്തായാലും ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കരി വെച്ച് എഴുതാം കേട്ടോ. എനിക്കൊന്നും കൂടി
ഇങ്ങനെ ഇതുപോലത്തെ ഉള്ള പാലറ്റ് വെച്ച് ഐബ്രോസ് ഇടുന്നതിനെക്കാട്ടി ഇഷ്ടം കരി വെച്ചിട്ട് ഐബ്രോസ് ഇടുന്നതാണ്, സത്യം പറയണോട്ടോ. അടുത്ത അതിൻ്റെ ഐ മേക്കപ്പാണ്. ഞാൻ ഐ മേക്കപ്പിൻ്റെ ചെയ്യാൻ നേരം ക്യാമറ ഓൺ ആക്കാൻ വിട്ടുപോയി. ഞാൻ ഒരു കണ്ണ് ഏകദേശം എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട ഇത് ഞാൻ നോർമലായിട്ട് നമ്മൾ ഐ എഴുതത്തില്ല, അതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് മുകളിൽ മാത്രം ഒന്ന് എഴുതി കൊടുക്കത്തേ ഉള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഓണാക്കാൻ ഞാൻ വിട്ടു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം വേണ്ടേ ഇതുപോലെ നമ്മൾ നോർമലായിട്ട് എഴുതത്തില്ല, അതുപോലെ ജസ്റ്റ് ഒന്ന് മുകളിൽ മാത്രം ഒന്ന് വരച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. വേണ്ടേ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി, അതാണ്. അയ്യോ മുകളിൽ പറ്റി. ഓക്കെ, അപ്പം നമ്മൾ ഐയും ഐബ്രോസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് മേക്കപ്പ് ചെയ്യാം. ഫേസിനകത്ത് ഓൾറെഡി നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഞാനെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പൗഡർ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പൗഡർ എടുത്തിട്ട് വരട്ടെ. വലിയ ആർഭാടമൊന്നുമില്ല, നമ്മുടെ കുട്ടിക്കൂരയുടെ ഈ ഒരു പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് കയ്യിലോട്ട് ഇട്ട് കൊടുത്തിട്ട്, ഇപ്പം നിങ്ങൾക്ക് പൗഡർ അപ്ലൈ ചെയ്യുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഓണത്തിന് ഭയങ്കര ഓവർ ആവത്തുമില്ല, നമുക്കൊരു സട്ടിൽ മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്ക് ഓവർ ലുക്കാണ് കേട്ടോ ഇത് വന്നിട്ട്. അപ്പം ഞാൻ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു കാര്യം വിട്ടേ, എന്ത് നമ്മുടെ ലിപ്സ്റ്റിക്ക് മുക്കിയാണ്. ലിപ്സ്റ്റിക് ഇല്ലാതെ ഒരു മേക്ക് ഓവർ വീഡിയോ ഇല്ല എൻ്റെ കയ്യിൽ. അപ്പം നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഞാൻ എല്ലാം ഇവിടെ ഒരു സൈഡിലാണ് വെച്ചേക്കുന്നത്, അതാണ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തട്ടി കളിക്കുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ വെളിയിൽ കൂടെ ഒരു വണ്ടിയിൽ അനൗൺസ്മെൻറ്റും ചെയ്തുകൊണ്ട് പോയി, അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ആയിട്ട് എടുക്കാനേ പറ്റുള്ളൂ. തൻ്റെ ഈ ഒരു മാർട്സിൻ്റെ ഒരു ലിപ് ക്രയോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗേൾ പവർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ, അടിപൊളി ഷെയ്ഡാണ്. നമ്മുടെ ഫേസ് ഒന്നും കൂടെ ബ്രൈറ്റ് ആക്കി വെക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത്, ഓൺ വോയിസ് ചെയ്യുന്ന സമയത്തും ഞാൻ സംസാരത്തിൽ 2 രീതിയാണ്, അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. പിന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ അപ്പോൾ നമുക്കിനി ഹെയറും കൂടെ ഞാൻ അഴിച്ച് കാണിച്ചു തരാം. ഞാൻ ഹെയർ കളറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചോക്ലേറ്റ് ബ്ലോണ്ട് കളറാണ് ഞാൻ ചെയ്തേക്കുന്നത്. എനിക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുടി ഒന്ന് അഴിച്ചിട്ട് കാണിച്ചിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഹെയർ സ്റ്റൈലിലെ വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, കാരണം ഇല്ലെങ്കിൽ ഫുൾ ഇത് ലെൻഡായപ്പം അപ്പം നിങ്ങൾക്കും ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ നമുക്കിനി പൊട്ടിടണം, മറന്നുപോയി. അപ്പം ലാസ്റ്റ് നമുക്കിനി പൊട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ഗ്രീൻ പൊട്ടിടാന്നാണ് വിചാരിച്ചേക്കുന്നത്, കാരണം ഇത് ഡ്രസ്സ് വരുന്നതൊരു വേറെ ഷെയ്ഡല്ലേ. അപ്പം നമുക്കൊരു കോൺട്രാസ്റ്റ് വരുന്ന രീതിയിൽ ഫുൾ ഒരു കോൺട്രാസ്റ്റ് പിടിക്കാന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്കൊരു ഗ്രീൻ പൊട്ടും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈസി ഓണം ലുക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഞാനിങ്ങനെ ഫൈനലും കൂടെ കാണിക്കാം. വേണമെങ്കിൽ നമുക്കിതിങ്ങനെ മുടി ഇടാം കേട്ടോ.